വിരുദ്ധ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന് താക്കീതുമായി തൊഴിലാളികൾ. കേന്ദ്രത്തിനെതിരെ തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധ റാലി ദില്ലി നിയമസഭാ മന്ദിരത്തിലേക്കാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാധ്യമപ്രവർത്തകരും ഒത്തുചേർന്നിരുന്നു. ഇപ്പോൾ ഫെമിന വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നു. ഫെമിന, എങ്ങനെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്? മാധ്യമപ്രവർത്തകർ അടക്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒത്തുചേർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉത്തരേന്ത്യയിലുടനീളം മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ, നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ഉത്തരേന്ത്യയിലുടനീളം നടന്നത്. ദില്ലിയിൽ നിയമസഭാ മന്ദിരത്തിലേക്കും അതുപോലെ തന്നെ ഉച്ചയോടെ ജന്തർ മന്ദിറിലും പൊതുസമ്മേളനം നടന്നു. അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം നൽകിക്കൊണ്ട് അതിൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയും ജന്തർ മന്ദിറിലേക്ക് ഈ അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ദില്ലി പത്രപ്രവർത്തക യൂണിയനും അതുപോലെ തന്നെ കേരള മാധ്യമ പ്രവർത്തകരുടെ യൂണിയനും കൂടി ചേർന്ന് ശക്തമായ പ്രതിഷേധമാണ് അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായിട്ട് നടത്തിയത്. ലേബർ കോഡുകൾ പിൻവലിക്കുക എന്ന ആവശ്യം ഉയർത്തുന്നതോടൊപ്പം തന്നെ ലേബർ കോഡിന്റെ ഭാഗമായിട്ടുള്ള വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ജന്തർ മന്ദിറിൽ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് മാധ്യമപ്രവർത്തകരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ നാനാ മേഖലയിൽ നിന്നുള്ള തൊഴിലാളികൾ, അധ്യാപകർ, കർഷക തൊഴിലാളികൾ, സ്കീം വർക്കേഴ്സ്, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, അംഗൻവാടി തൊഴിലാളികൾ, അധ്യാപകർ തുടങ്ങി നിരവധി തൊഴിലാളികളാണ് അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായിട്ട് ജന്തർ മന്ദിറിലും മറ്റ് ദില്ലിയുടെ പല പ്രദേശങ്ങളിലും ഒത്തുകൂടിയത്. ഫെമിന, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംഘടന റാലി സംഘടിപ്പിച്ചതിൽ എങ്ങനെയാണ് പ്രതികരണം? വിജയകരമാണോ റാലി? അതെ, അഖിലേന്ത്യാ പണിമുടക്ക് വിജയകരമാണ് എന്ന തരത്തിലാണ്. കാരണം ധാരാളം തൊഴിലാളി സംഘടനകൾ, CITU അടക്കമുള്ള ബഹുജന വർഗ സംഘടനകളെല്ലാം തന്നെ ഈ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമാവുകയുണ്ടായി. ഡൽഹിയിലും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും, ഹരിയാന, ഒഡീഷ തുടങ്ങിയ പല ഭാഗങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ 4 ലേബർ കോഡുകൾ പിൻവലിക്കുക, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിത്ത് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് എന്നിവ പിൻവലിക്കുക. പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ള ഒരു വ്യാപാര കരാർ, അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാർ, കർഷക വിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഇത്തരം വ്യാപാര കരാറുകളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു അഖിലേന്ത്യാ പണിമുടക്കിന് ഇത്തരത്തിൽ ഒരു ഐക്യദാർഢ്യം പലവിധ ബഹുജന സംഘടനകൾ പ്രഖ്യാപിക്കുന്നത്. കാരണം ഈ കർഷക മേഖലയെ, തൊഴിലാളികളെയൊക്കെ ദോഷകരമായി, പ്രതികൂലമായി ബാധിക്കുന്ന പല കാര്യങ്ങളും ഈ വ്യാപാര കരാറിലുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു ഐക്യദാർഢ്യമാണ് ഈ ബഹുജന സംഘടനകളുടെ ഭാഗത്ത് നിന്നെല്ലാം വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരുടെ എല്ലാം ഭാഗത്തു നിന്നും ഈ പണിമുടക്കിന് ഉണ്ടായത്. ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ തന്നെ ഈ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് വന്നിട്ടുണ്ട്. ഈ അഖിലേന്ത്യാ പണിമുടക്ക് വിജയകരമാണ്. ഈ തൊഴിലാളികളെയെല്ലാം പണിമുടക്കിന്റെ ഭാഗമായിട്ടുള്ള തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ തൊഴിലാളികളെ അഭിനന്ദിച്ചുകൊണ്ട് CPM പോളിറ്റ് ബ്യൂറോയും ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്.